അവരുടെ പേര് തന്നെ കോയ കുഞ്ഞാപ്പു എന്ന് പറഞ്ഞാൽ ഏത് ചെറിയ കുട്ടി മുതൽ വലിയ ആൾ വരെ സ്വന്തം പേര് പോലും അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അവർക്ക് ഈ വേദി നൽകിക്കൊണ്ട് നമ്മൾ അവരെ ക്ഷണിച്ചുകൊള്ളാം. പ്രാദേശിക സമിതി അംഗം കുന്നത്ത് അബ്ദു സാഹിബിനെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഇരിക്കുന്ന ആളുകൾ ഒരു ഗംഭീര കൈ കൊടുത്ത് എല്ലാവരും ചേർന്ന് കൊടുക്കണം. പ്രിയപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. ആരൊക്കെയാണെന്നും നിങ്ങൾ ഒച്ചത്തിലൊന്ന് പറഞ്ഞേ. ആരൊക്കെയാ? കൊമ്പങ്കാട്, പിന്നാരാ? കുഞ്ഞാപ്പു. അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സദസ്സ് ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു സദസ്സ്, ഇതുപോലത്തെ ഒരു ക്ലാസ്, ഇതുപോലത്തെ ഒരു സ്റ്റേജ് ഞങ്ങൾ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് നന്ദി പറയണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഹമാസ് ക്ലബിന്റെ ഭാരവാഹികളോട്. കാരണം ഇതുപോലത്തെ ഒരു സദസ്സിന് ഞങ്ങൾ എന്നെങ്കിലും ഒന്ന് വിളിച്ചാലോ എന്ന് ഞാൻ ഇതിനോട് കുറച്ച് ദിവസം മുന്നേ സംസാരിച്ചിട്ടുള്ളതിനെ കുറിച്ച്. അപ്പോൾ അതിന് ഫസ്റ്റ് ഭാഗ്യം കിട്ടിയത് നമ്മുടെ കൈതക്കലുള്ള ഹമാസ് ക്ലബിന്റെ ഭാരവാഹികളോട് ഞങ്ങൾ നന്ദി പറയണേ. ഞങ്ങൾ ഈ പരിപാടിക്ക് കൊടുത്തതിന്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഗണേശൻ സാർ അത്ര നീറ്റ് ക്ലീൻ ആയിട്ട് സംസാരിച്ചിട്ട് എല്ലാവരും മനസ്സിൽ എത്തിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ പറയാനുള്ളത് ഒന്നല്ലോ, നമുക്ക് എന്താ കൂടുതലൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് വെച്ചാൽ വലിയ സെലിബ്രിറ്റി പട്ടോ അല്ലെങ്കിൽ കുറെ പൈസയോ കുറെ പൊന്നോ അതൊന്നുമല്ല. എന്താണ് അടിയല്ല. തുടങ്ങിയോ ഇവനെ ഞാൻ വെറുതെ പൊട്ടിച്ചത്. നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത് എന്താ? ആരോഗ്യം. അതാണ് അല്ലേ? അതാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ജീവൻ വേണം. ഇത് മാറുന്നു ഞാൻ പറഞ്ഞു. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലഹരിയിൽ നിന്ന് വിമുക്തരായി നിൽക്കണം, ഒഴിവായി നിൽക്കണം. സത്യമാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് ആൾക്കാർ നമ്മളെ ഇതുപോലെ അടിച്ചിട്ടും പൊട്ടിച്ചിട്ടും വലിച്ചിട്ടൊക്കെ ഉപ്പമാരെയൊക്കെ ഓരോ ഉപദ്രവിക്കണം. ഓരോ പോസ്റ്ററുകൾ, ഓരോ വീഡിയോസ്, ഓരോരോ ന്യൂസുകൾ നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ കുറച്ച് കൂടിയിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ക്ലാസ് എടുക്കേണ്ട. നമ്മൾ എന്തേക്കാരം സംസാരിക്കുക എന്നുള്ളതും നമ്മൾ എന്തേക്കാരം പറയാന്നുള്ളതും നല്ല ബോധം വരുന്നുണ്ട്. കോമഡി ആയിക്കാരം അല്ലെങ്കിൽ വലിയ പാട്ടേക്കാരം. എന്തായാലും ആ ക്ലാസ് നല്ല നീറ്റായിട്ട് ക്ലാസ് സാർ എടുത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവരും നമ്മളെ ആരോഗ്യം, ആ ഒരു സ്ഥാനം നമ്മൾ തന്നെ നമ്മളെ സംരക്ഷിക്കണം. വേറെ ആരും വന്നിട്ട് നമ്മളെ ബോഡി നമുക്ക് കാക്കാൻ നിൽക്കൂല. നമ്മൾ അത് സപ്പോർട്ട് ചെയ്തോളി, സഹകരിച്ചോളി എന്നൊന്നും പറയാനൊന്നും ആരും നിൽക്കൂല. സഹായിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് കാക്കാൻ നമ്മൾ തന്നെ കാക്കണം. അപ്പോ ഒന്നും പറയാല്ല, പൊളിച്ചെടുക്കല്ലേ? അതാണ്. കുഞ്ഞാപ്പോ രണ്ടു വാക്ക് സംസാരിച്ച. രണ്ടു വാക്കോ? സുഖല്ലേ? സുഖാണോ? അല്ല പറയാം. ഏതായാലും സന്തോഷായി. ചിരിക്കാൻ പറഞ്ഞല്ല, ഇവിടെ വന്നേലും മൂപ്പരിങ്ങനെ പറഞ്ഞിനി ഒരാഴ്ച മുന്നേ ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാന്നൊക്കെ. അതേതായാലും ഇവർക്ക് തന്നെ കേട്ടെ അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം അല്ലേ? അതെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്നെൻ്റെ നാട്ടിൽ എനിക്ക് മുടി വളർത്താൻ നല്ല ഇഷ്ടമാണ്. മനസ്സിലായോ? അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ണാടി നോക്കിയിട്ട് അഭിനയം പഠിച്ചു. കരഞ്ഞാൽ രസം ഉണ്ടാവുമോ, ചിരിച്ചാൽ രസം ഉണ്ടാവുമോ, മൂക്ക് ഇങ്ങനെ ആക്കിയാൽ രസം ഉണ്ടാവുമോ, അതൊക്കെ കണ്ണാടി നോക്കിയിട്ട് പഠിക്കും. അപ്പൊ ഈ മുടിനെ കുറിച്ച് ഇങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ ഓ കഞ്ചാവാട്ടോ മുടി. താടി. അതെ, താടി മുടി. ഓ കഞ്ചാവാണ്. അതിന്റെ കോലം കണ്ടില്ലേ? ഇഷ്ടം കഞ്ചാവാണ്. ഓന്റെ മുടി കണ്ടാ അറിയാം ഓ ആള് ശരിയല്ല. പക്ഷെ ഇന്ന് പഠിച്ചോന്റെ പുണ്യം കൊണ്ട് ഈ മുടീന്റെ ആരാധകരന്മാരാണ് കൂടുതലുള്ളത്. അല്ലേ? അല്ലേ? കൊമ്പ് കെട്ടിയേക്കണ ഇഷ്ടല്ലേ? അപ്പുണ്യായിട്ട് വാർന്നേക്കണ ഇഷ്ടല്ലേ? തൊത്തുമായിട്ട് മടക്കിയേക്കണ ഇഷ്ടല്ലേ? അപ്പൊ ഇതൊക്കെ വലിച്ചിട്ടോ കുടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടോ ചെയ്യണതല്ല. നോർമലായിട്ട് നമ്മളിതിൽ ചെയ്യണതാണ്. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് അവനെ കൂടുതലായിട്ട് ആ സംഗതിക്ക് വന്നത്. അപ്പൊ ഒരാളെ ഒരു രൂപം കണ്ടിട്ട് ഒരാളും വിലയിരുത്തരുത്. ആ ആള് മറ്റേതാണ് അല്ലെങ്കിൽ വലിച്ചിട്ടാണ് കുടിച്ചിട്ടാണ് എന്ന് പറഞ്ഞോ. നിർത്തണ്ട. പിന്നെ അതേപോലെ ഈ സുണകൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ നിങ്ങൾ എല്ലാവരും കാണില്ലേ?
ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നാടകത്തിൽ എനിക്ക് ബെസ്റ്റ് ആക്ടറായിട്ട് കുടിയൻ വേഷത്തിൽ ഫസ്റ്റ് കിട്ടുന്നത്. അപ്പൊ അത് ഞാൻ കൈ വിട്ടില്ല, അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് ആ ഒരു സാധനം എവിടെ നിന്ന് ചെയ്യാൻ പറഞ്ഞാൽ ഏത് രാത്രി ഉറക്കത്തുനിന്ന് വിളിച്ച് ആ ഒരു കവലോടിന്റെ സാധനം ചെയ്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും, ഇവിടുന്ന് പറഞ്ഞാലും ചെയ്യും. അതായത് ഇത് ലഹരി മുക്ത എന്താണ്, ലഹരി മുക്ത ദിനം സദസ്സാണ്. സദസ്സാണ്. അതില് നമ്മള് കള്ളുടിയന്മാർ ചെയ്യണ്ട, അതെ അല്ലേ? അതല്ലേ അതിന്റെ ശരി. പക്ഷെ നമ്മൾ കുടിച്ചിട്ടല്ലല്ലോ, കുടിച്ചിട്ടല്ല ചെയ്യണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ നമ്മളെ ബൈജു ഉണ്ടല്ലോ, കോമഡി കുടിച്ചിട്ട് സ്റ്റേജിൽ കയറണം ബൈജു, അയ്യപ്പ ബൈജു. ഇപ്പൊ ഇത് നോർമൽ അല്ലേ? പിന്നെ ഒറ്റയടിക്ക് ഇത് കുടിയാനായിക്ക, ഒറ്റയടിക്ക് കുടിയാനായിക്ക. കുറച്ച് ബാക്ക് പോ, അതിലൊന്നും ആവശ്യമില്ല, ഇവിടെ നിന്നാ തന്നെ കുടിയാനാ. ആ എന്നായിക്കോ. 2, 3, 4 അല്ലേ? അത് ശരിയാ. അത്രയുള്ള സംഭവം. ഏതൊരാൾക്കും അഭിനയിക്കാനും പറ്റും, കുടിക്കാതിരിക്കാനും പറ്റും. നോട്ട് ദ പോയിന്റ്. യെസ്, താങ്ക് യു വെരി മച്ച്. കണ്ടില്ലേ? ഇത് കുടിച്ചിട്ടാണോ? അല്ലല്ലോ. അതാ ലഹരി വേണ്ട. ബീച്ച് നടക്കാനോ അഭിനയിക്കാനോ ഒരാളായിട്ട് പെരുമാറാനോ ഒരാളെ സ്നേഹിക്കാനോ ഒരാളായിട്ട് ബന്ധപ്പെടാനോ നമുക്ക് എന്തിനു വേണ്ട? ലഹരി എന്ന് പറഞ്ഞ ആവശ്യമില്ല. ആ നേരം കൊണ്ട് എവിടെയും എത്തിപ്പെടാൻ നോക്കി. ഞാനൊക്കെ സത്യം പറയല കൊതിച്ചിന് ഇന്നിങ്ങനെ സ്റ്റേജിലൊക്കെ വന്ന് നിൽക്കാൻ ഉറപ്പ് തരും. ഞാൻ അങ്ങനെ ദൂരം നടന്നേനി. ഞാൻ പെയിന്റ് പണിക്കാൻ പോയില്ല. ഓരോ വെയിലത്ത് ഇങ്ങനെ പണിയെടുക്കുമ്പോഴേ അല്ല എന്നാ എൻ്റെ ഒരു ദിവസം വരിക എനിക്ക് വരും. ഇങ്ങനെ ദൂരം നടന്നപ്പോഴാണ് എൻ്റെ ഇപ്പച്ചി കാരണം കൊണ്ട് ഇന്ന് ഞാൻ ഈ ഒരു നിലയിലെത്തിയത്. കുറച്ചൊന്നേര്. അപ്പൊ ആ നേരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ? കഴിവുള്ളവര് എത്തിപ്പെടാൻ നോക്കുക. ഓക്കെ അല്ലേ? ലഹരിക്ക് പിന്നാലെ അല്ലേ? ലഹരിക്ക് പിന്നാലെ പോവാതെ അവനാന്റെ കയ്യിലുള്ള എന്തൊക്കെയാണോ കഴിവിന്റെ പിന്നാലെ പോകും. അതാണ് ലഹരിക്ക് പിന്നാലെ പോവാതെ കഴിവിന്റെ പിന്നാലെ പോകും. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഒരു പാട്ടൊക്കെ പാടിയിട്ട് ബാഗ് കൊടുക്കാനായി. അപ്പൊ ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഒന്നും മെല്ലെ സെറ്റാക്കിയിട്ട് പിന്നാലും ഓക്കെ അല്ലേ? ഒരു നല്ല കൈയിടുന്നാലും പോരെ, ഇത്ര പോരെ. ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ നല്ല നീറ്റായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ചെയ്യാം. ചെയ്തന്നെ കൊടുത്തിട്ടില്ല. ഞാൻ എന്നെ ഉത്സവനെ നമ്മൾ പെട്ടെന്ന് സ്റ്റേജിൽ കൊണ്ടുപോകും. സ്റ്റേജിക്കല്ല, വീഡിയോയിൽ കൊണ്ടുപോകും. പെട്ടെന്ന് കൊണ്ടുപോകും. എവിടെ പാട്ട് പാടില്ലേ? 2 കഥാപാത്രങ്ങൾ ഉത്സവനി നബീബാനി. അല്ല, അതിന് മുമ്പ് കുഞ്ഞാപ്പൂന്റെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, നമ്മുടെ മിമിക്രി. അല്ലല്ല അറിയുന്നു. ഓക്കേനോ? അടിപൊളി. പപ്പു ഒരു പണിയുണ്ട്. കുതിരവട്ടം പപ്പു ചാപ്പ് ആണോ? കേൾക്കണോ? എന്നാ തുടങ്ങല്ലേ? പപ്പു ചേട്ടൻ എന്നാ പറഞ്ഞു. അപ്പൊ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയിലെ 2 ഡയലോഗ്. ഓക്കെ അല്ലേ? അടമ്പള്ളിയിലെ പണ്ട് തമിഴിൽ തന്നെയാണ്. അസമയത്തോളം നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിന്റെ ബലം കൊണ്ടാണ് 4 തകിട് കുടിച്ചിട്ടുണ്ട്. എൻ്റെ തകിടത്ര മോശമല്ല. താങ്ക് യു. കൈയടിക്കാൻ വേറെ കാണാൻ പോകുന്നുണ്ട്. നല്ലൊരു കൈയടി തരും. നല്ല അടുത്ത പരിപാടിക്ക് പോകണം. കളറായി സംഭവം. ഓക്കല്ലേ? തുടങ്ങല്ലേ? പാട്ട് കൊടുക്കാം. നേരില്ലാത്തോണ്ടാണ് ടക്ക് 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 എന്ന് പരിപാടി പോകണം കേട്ടോ. മലകൊടിയെ
എന്തായാലും അവിടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടുള്ള ആരിഷ് ബി ഉനൈസ് കുന്നത്ത് ഇരുവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവരുടെ സാന്നിധ്യത്തിൽ തന്നെ നമ്മുടെ നാടിന്റെ എത്തിത്തീരുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നാസിഫ് ആൻഡ് ട്രഷറർ മുനവർ ഇരുവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ല കൈ കൊടുക്കുന്നത് എല്ലാവരും ചേർന്നുകൊണ്ട് ബാങ്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നത്. എന്തായാലും എല്ലാവരോടും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് റഫീഖ് വ്യക്തമാക്കിയ ലാലയും കുഞ്ഞാപ്പൂരും